ഒരു കാലത്ത് ഇന്ത്യയിലെ എല്ലാ റോഡുകളിലും രാജകീയമായി ഓടിയിരുന്ന ഒരു കാറുണ്ട്. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പാവങ്ങളുമെല്ലാം അതിൽ സഞ്ചരിച്ചു. ആ കാറിന് ഒരു പേരേ ഉണ്ടായിരുന്നുള്ളൂ, അംബാസഡർ. ഇന്ന് അത് നമ്മുടെ ഓർമ്മകളിൽ മാത്രമാണെങ്കിലും അതിന്റെ കഥ ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. അംബാസഡറിന്റെ യാത്ര 1957 തുടങ്ങിയത്. ബ്രിട്ടനിലെ മോറിസ് ഓക്സ്ഫോർഡ് സീരീസ് 3 എന്ന കാറിന്റെ മാതൃകയിൽ നിന്നാണ് ഇത് ഇന്ത്യയിൽ രൂപം കൊണ്ടത്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അതിന്റെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ ആരും വിചാരിച്ചില്ല ഈ കാർ ഒരിക്കൽ ഇന്ത്യയുടെ പ്രതീകം ആകുമെന്ന്. കാലം കടന്നപ്പോൾ അംബാസഡർ കാർ സാധാരണ കുടുംബങ്ങൾക്കുള്ള സ്വപ്നമായി. വിവാഹങ്ങൾ, കുടുംബയാത്രകൾ, അവധിക്കാല യാത്രകൾ എല്ലാം അംബാസഡറിലായിരുന്നു. വലിയ ബൂട്ട് സ്പേസ്, കുഷ്യൻ സീറ്റുകൾ, ഉറച്ച ബോഡി അതിനെ വേറിട്ടു നിർത്തിയ ഘടകങ്ങൾ ആയിരുന്നു. ഒരു വീടിന്റെ ഭാഗമായിരുന്ന എന്ന പോലെ തന്നെ അതും കുടുംബത്തിന്റെ ഭാഗമായിരുന്നു. കാലം മാറി. 1990കളിൽ ഇന്ത്യൻ ഓട്ടോ വിപണിയിൽ പുതിയ താരങ്ങൾ എത്തിയപ്പോൾ അംബാസഡറിന്റെ കിരീടം തളർന്നു. മാരുതി 800, സാൻട്രോ, ഇൻഡിക്ക തുടങ്ങിയവ കൂടുതൽ ആകർഷകമായ ഡിസൈൻ, മൈലേജ്, സൗകര്യങ്ങൾ നൽകി. ജനങ്ങൾ പുതുമയിലേക്കു തിരിഞ്ഞു. 2014 ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഉത്പാദനം നിർത്തി. അതോടെ അംബാസഡറിന്റെ ഒരു മഹത്തായ കാലഘട്ടം അവസാനിച്ചു. ഇന്നും പലർക്കും അംബാസഡറിനോടുള്ള സ്നേഹം അണഞ്ഞിട്ടില്ല. വിന്റേജ് കാർ ഇഷ്ടപ്പെടുന്നവർ അതിനെ പുതുക്കി സ്നേഹത്തോടെ സൂക്ഷിക്കുന്നു. അത് ഒരു വാഹനം മാത്രമല്ല, അത് ഒരു കാലഘട്ടം, ഒരു കുടുംബത്തിന്റെ ഓർമ്മ, ഒരു തലമുറയുടെ യാത്രയാണ്. ആ കാറിൽ ഇരുന്ന് യാത്ര ചെയ്തവർക്ക് ഇന്നും അതിന്റെ ഗന്ധം മനസ്സിൽ മഞ്ഞുരുകി നിൽക്കും. 2017 ഫ്രഞ്ച് കമ്പനി പ്യൂജിയറ്റ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സുമായി ചേർന്ന് അംബാസഡർ ബ്രാൻഡ് തിരിച്ചുകൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചു. പുതിയ എഞ്ചിനും പുതിയ രൂപവും, എന്നാൽ പഴയ ആത്മാവുമായൊരു തിരിച്ചുവരവിനായി ഇന്ത്യ കാത്തിരിക്കുന്നു. അംബാസഡർ 2.0 ഒരിക്കൽ വന്നാൽ പഴയ ഓർമ്മകൾക്ക് പുതിയ ജീവൻ ലഭിക്കും. ഇന്ന് നമ്മൾ പലതരം ആധുനിക കാറുകളിൽ യാത്ര ചെയ്യുന്നു. എന്നാൽ എവിടെയെങ്കിലും ഒരു പഴയ അംബാസഡർ കാർ കടന്നുപോകുമ്പോൾ നമ്മൾ അവിടെ നിൽക്കും, ഒരു മിനിറ്റ് നോക്കും. കാരണം അത് ഒരു കാർ അല്ല, അത് ഇന്ത്യയുടെ ചരിത്രം തന്നെയാണ്.